ഇന്ന് കേരളത്തെ സംബന്ധിച്ചും ഓരോ മലയാളിയെ സംബന്ധിച്ചും വളരെ അഭിമാനകരമായ ഒരു ദിവസമാണ്. വ്യവസായ മന്ത്രിമാരുടെ യോഗം ഡൽഹിയിൽ ചേർന്നപ്പോൾ 2022 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഫലം അവിടെ വച്ച് മന്ത്രി പീയൂഷ് ഗോയൽ പ്രഖ്യാപിക്കുകയുണ്ടായി. സാധാരണ 1, 2, 3 എന്നാണെങ്കിൽ പറയാറ് ഇത്തവണ 4 കാറ്റഗറി ആയിട്ടാണ്. അതിൽ 95% മുകളിൽ മാർക്ക് കിട്ടിയിട്ടുള്ള അതിൽ പ്രധാന ഭാഗം സംരംഭകരുടെ എന്നുള്ള ഫീഡ്ബാക്കാണ്. അതാണ് ടോപ്പ് അച്ചീവേഴ്സ്. കേരളം ടോപ്പ് അച്ചീവേഴ്സിൽ ഇത്തവണ ഉൾപ്പെട്ടു എന്ന് മാത്രമല്ല, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വ്യവസായ സൌഹൃദ അന്തരീക്ഷത്തിൽ ടോപ്പ് അച്ചീവേഴ്സിൽ കേരളം ഉൾപ്പെട്ടു എന്ന് മാത്രമല്ല, ടോപ്പ് അച്ചീവേഴ്സിൽ ടോപ്പ് അച്ചീവർ കേരളമാണ്. യഥാർത്ഥത്തിൽ 1ാമത്തെ റാങ്ക് എന്ന് പറയാവുന്ന ടോപ്പ് അച്ചീവേഴ്സിൽ ടോപ്പായിട്ട് വന്നിരിക്കുന്നത് കേരളമാണ്. അപ്പോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ നമ്മൾ 2021 28ാം റാങ്കിലായിരുന്നു. 28ാം റാങ്കായിരുന്നു. പിറ്റേ വർഷം 14ആയി. ഇപ്പോ ഫലത്തിൽ 1ാം റാങ്ക് എന്ന് തന്നെ പറയാം. ടോപ്പ് അച്ചീവേഴ്സ് കാറ്റഗറി വന്നതിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് അച്ചീവർ ആയിട്ടുള്ളവരാണ് 1ാം സ്ഥാനത്ത്. അങ്ങനെ കേരളത്തിനാണ് മന്ത്രി ആദ്യം തന്നെ പുരസ്കാരം സമർപ്പിച്ചത്. നമ്മൾ 9 എണ്ണത്തിൽ ടോപ്പ് അച്ചീവറാണ്. 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ആന്ധ്രാപ്രദേശ് 5 എണ്ണത്തിലാണ് ടോപ്പ് അച്ചീവർ. ഗുജറാത്ത് 3 എണ്ണത്തിലാണ് ടോപ്പ് അച്ചീവർ. ഇതാണ് 1, 2, 3. എന്റെ മന്ത്രിയുടെ ഇന്നത്തെ PIB റിലീസിൽ റാങ്കായിട്ടില്ലെങ്കിലും പറയുന്നത് ഈ സ്റ്റേറ്റ് ലൈക്ക് കേരള, ആന്ധ്രാപ്രദേശ് ആൻഡ് ഗുജറാത്ത് were highlighted for their remarkable reforms in streamlining process and providing efficient services to business and citizen alike. അപ്പോൾ കേരളം 1ാമതായി വ്യവസായത്തിൽ വന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. നമ്മൾ 10-നുള്ളിലേക്ക് ഈ വർഷം എത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം 28-ൽ നിന്ന് 13 പടി കയറി നമ്മൾ 15ലേക്ക് എത്തി. ഇത്തവണ നമുക്ക് അഭിമാനകരമായി 1ാം സ്ഥാനം തന്നെ ടോപ്പ് പെർഫോമറിൽ ഏറ്റവും ബെസ്റ്റ് എന്ന നിലയിൽ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതെല്ലാ വകുപ്പുകളും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കൂടി ഫലമാണ്. കാരണം വ്യവസായം നടത്തുന്നതിന് കേരളത്തിലെ എല്ലാ വകുപ്പുകളുടെയും അനുമതികൾ ആവശ്യമാണ്. അവിടെയെല്ലാം കൃത്യമായി തന്നെ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് കഴിഞ്ഞു. ഡിജിറ്റലൈസേഷൻ പ്രക്രിയ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞു. വ്യവസായ വകുപ്പിലെ ടീം വളരെ നന്നായി തന്നെ പ്രവർത്തിച്ചു. ഇപ്പോ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് അനീഷ്, നേരത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി സുമൻ ബില്ല, അവരുടെ നേതൃത്വത്തിൽ ശ്രീ ഹരികിഷോർ ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസും ഇതിന്റെ പ്രത്യേക ചുമതല എന്ന നിലയിൽ മാനേജിംഗ് ഡയറക്ടർ KSIDC എന്നതിലും അദ്ദേഹം പങ്കുവഹിച്ചു. ചീഫ് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ വിശദമായ സെക്രട്ടറി തല യോഗങ്ങൾ റിവ്യൂ ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേകമായി വിലയിരുത്തലും നടത്തി. കഴിഞ്ഞ 3 വർഷം വ്യവസായ മേഖലയിൽ നമ്മളാകെ നടത്തിക്കൊണ്ടിരുന്ന മാറ്റങ്ങൾ നല്ല രീതിയിൽ സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിന് സഹായകരമായി. ആദ്യമായിട്ടാണ് ബെസ്റ്റ് പ്രാക്ടീസ് എന്ന നിലയിൽ വ്യവസായ വകുപ്പിന് MSMEയിൽ കഴിഞ്ഞ വർഷം അവാർഡ് കിട്ടിയത് പ്രധാനമന്ത്രിയുടെ. സാധാരണ വിദ്യാഭ്യാസം, ആരോഗ്യത്തിലൊക്കെയാണ് കേരളം ഇന്ത്യയിൽ നമ്പർ 1 എന്ന് പറയുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലും ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ 1ാമത്തെ സംസ്ഥാനമായി മാറാൻ കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷകരമാണ്. അതിലൊരു കാര്യം ഫീഡ്ബാക്കിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ നേരത്തെ എല്ലാം ഫീഡ്ബാക്കിൽ നമ്മൾ വളരെ പുറകിലായിരുന്നു. ഇപ്പൊ സംരംഭക സമൂഹവും പൂർണ്ണമായിട്ടും മാറ്റങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് അനുഭവേദ്യമാവുകയും ചെയ്തത് അവരുടെ ഫീഡ്ബാക്കിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളും അടുത്ത കാലത്ത് കുറെ കൂടി പോസിറ്റീവായി വ്യവസായം സംബന്ധിച്ച വാർത്തകൾ പൊതുവെ നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചൊരു ചരിത്ര നേട്ടമാണിത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വ്യവസായത്തിന്റെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനം 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. നമ്മളൊരു വളരെ പരിമിതികളുള്ള സംസ്ഥാനമാണ്. ഇന്ത്യയുടെ ഒരു ചെറിയ ഭാഗമാണ്. 1.2% മാത്രം ഭൂവിസ്തൃതിയുള്ള, വളരെ ചെറിയ ജനസംഖ്യയുള്ള, എന്നാൽ ജനസാന്ദ്രത കൂടുതലുള്ള, ഉള്ള സ്ഥലം തന്നെ പാരിസ്ഥിതികമായി ഒത്തിരിയേറെ വെല്ലുവിളികൾ നേരിടുന്ന സ്ഥലം, ലാൻഡ് വാല്യൂ കൂടുതലാണ്. ഈ പരിമിതികളൊക്കെ ഉള്ളപ്പോഴും നമ്മൾ ആകെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലിയ കുതിച്ചുചാട്ടം വ്യവസായ രംഗത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് നന്നായി ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ച്
കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം. അതിലായിരിക്കും നമ്മൾ കേന്ദ്രീകരിക്കുന്നത്. ഫെബ്രുവരി 21-22 ഇൻവെസ്റ്റേഴ്സ് മീറ്റ് കൊച്ചിയിൽ നടക്കുന്നുണ്ട്, ഗ്ലോബലായിട്ടുള്ളത്. അതിന് മുന്നോടിയായിട്ടുള്ള റൌണ്ട് ടേബിളുകൾ ഇപ്പോൾ 3 കഴിഞ്ഞു. ഒരു കോൺക്ലേവ് കഴിഞ്ഞു, ജെൻ AI കോൺക്ലേവ് കഴിഞ്ഞു, റോബോട്ടിക്സ് റൌണ്ട് ടേബിൾ കഴിഞ്ഞു, ഫുഡ് പ്രോസസിംഗ് ടെക്നോളജി കഴിഞ്ഞു, മാരിടൈം ആൻഡ് ലോജിസ്റ്റിക്കൽ കഴിഞ്ഞു. അതോടൊപ്പം റോഡ് ഷോ, ചെന്നൈ റോഡ് ഷോ കഴിഞ്ഞു. ഇനി 19 തീയതി ബാംഗ്ലൂർ റോഡ് ഷോ ആണ്. അത് കഴിഞ്ഞാൽ ഡൽഹിയിൽ ഒന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, മുംബൈ ഉണ്ട്, പിന്നെ വിദേശത്തും ഖത്തർ, ദുബായ് ഇങ്ങനെയുള്ള റോഡ് ഷോകൾ. അതോടൊപ്പം തന്നെ ഇന്നലെ ക്യാബിനറ്റ് ലോജിസ്റ്റിക് പോളിസിക്ക് അംഗീകാരം നൽകി. ഇനി എക്സ്പോർട്ട് പോളിസി, അതോടൊപ്പം ESG എൻവയോൺമെന്റൽ സോഷ്യൽ ഗവേണൻസ് പോളിസി, പിന്നീട് AI പോളിസി, ഗ്രഫീൻ പോളിസി, ഇങ്ങനെയുള്ള പോളിസികൾ കൂടി, ഹൈടെക് മാനുഫാക്ചറിംഗ്, GCC ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ, ഇത്രയും പോളിസികൾ കൂടി വരാനുണ്ട്. അപ്പോൾ വലിയ തോതിൽ നിക്ഷേപം ആകർഷിച്ച് കേരളത്തിൽ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ ദേശീയ തലത്തിലുള്ള ഈ അംഗീകാരം സഹായകരമായിരിക്കും. അത് നാട്ടിലാകെ എത്തിക്കാൻ മാധ്യമങ്ങളുടെ നല്ല പിന്തുണയുണ്ടാകണം. 28-ൽ നിന്ന് നമ്മൾ 13-ലേക്ക് എത്തിയത്, 15-ലേക്ക് എത്തിയത്, 13 പടി കയറി എത്തിയത് അധികം പേരും അറിയാതെ പോകാറുണ്ട് പല ഘട്ടത്തിലും. നിയമസഭയിൽ തന്നെ ചിലർ ഇപ്പോഴും 28 എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഈ മികച്ച സ്ഥാനത്തേക്ക് എത്തി. മന്ത്രിയുടെ തന്നെ പ്രസ് ഗ്രൂപ്പിൽ കേരളം വ്യവസായത്തിൽ 1ാമത് പരാമർശിക്കപ്പെട്ടു എന്നുള്ളതും ഏറ്റവും ആദ്യം കേരളത്തിന് അംഗീകാരം നൽകി. 9 എണ്ണത്തിൽ നമ്മൾ ബെസ്റ്റ് പെർഫോമറായി. 5 എണ്ണത്തിൽ മാത്രമാണ് 2ാം സ്ഥാനത്തുള്ള ആന്ധ്രാപ്രദേശ് വന്നിട്ടുള്ളത്. ഇനി ഇത് നിലനിർത്തുക, ശക്തിപ്പെടുത്തുക, ഒപ്പം ഇതുകൂടി ഉപയോഗിച്ച് പരമാവധി നിക്ഷേപം കൊണ്ടുവരിക. അതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിന് നിങ്ങളെല്ലാവരും ഈ കാര്യം നന്നായി തന്നെ പ്രചരിപ്പിക്കേണ്ടതുണ്ട്.